ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാൻ ജയിലിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. പൂജപ്പുര സെൻട്രൽ ജയിലിൽ തൂങ്ങി മരിക്കാനായിരുന്നു ശ്രമം. അഫാനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ആരോഗ്യനില അതീവ ഗുരുതരമെന്നതായിരുന്നു. ഇപ്പോൾ എന്താണ് ഏറ്റവും ഒടുവിലായി നമുക്ക് നൽകാനുള്ള വിശദാംശം? ഇതിൽ ജയിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചതായി നമുക്കറിയാമോ? തരത്തിലുള്ള വീഴ്ചയെക്കുറിച്ച് നമുക്കിപ്പോൾ വിവരം ലഭിക്കുന്നില്ല. അതേസമയം പതിവ് രീതിയിൽ തന്നെയാണ് ജയിലിൽ കാര്യങ്ങളൊക്കെ നടന്നത്. നേരത്തെ തന്നെ, അതായത് ഇത് സംസാരിക്കുന്നതിന് മുൻപ് തന്നെ പറയട്ടെ, നേരത്തെ ഈ കുറ്റപത്രം തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി അവസാന ഘട്ടം അഫാനെ കസ്റ്റഡിയിലെടുത്ത് വെഞ്ഞാറമൂട് പോലീസ് അടക്കം മൊഴിയെടുക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുമ്പോൾ തനിക്കിനി ജീവിക്കാൻ താല്പര്യമില്ല, താൻ ജയിലിൽ പോയാലും ആത്മഹത്യ ചെയ്യും, അത് വിചാരണയ്ക്ക് മുൻപ് തന്നെ പറ്റുമെങ്കിൽ അത്രയും വേഗത്തിൽ ആത്മഹത്യക്ക് ചെയ്യുമെന്ന് അഫാൻ ഉദ്യോഗസ്ഥരോട് സംസാരിച്ചു എന്ന് ചില വിവരങ്ങൾ നമുക്ക് മുൻപേ തന്നെ ലഭിച്ചിരുന്നു. പക്ഷേ അഫാൻ ഈ രീതിയിൽ പ്രവർത്തിക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു തരത്തിലും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. ഏതായാലും അല്പസമയം മുൻപ്, ഏതാണ്ട് 11:45 കൂടിയാണ് തിരുവനന്തപുരം പൂജപ്പുര ജയിലിൽ കഴിഞ്ഞിരുന്ന അഫാൻ തൂങ്ങി മരിക്കാനുള്ള ശ്രമം ജയിലിനുള്ളിൽ നടത്തിയത്. അതായത് ഇയാൾക്ക് വെന്റിലേറ്ററുടെ സഹായത്തോടു കൂടി ഇപ്പോൾ അഫാൻ മെഡിക്കൽ കോളേജിൽ തുടരുന്നു എന്നുള്ളൊരു വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഫിക്സ് വരുന്നുണ്ട് എന്നുള്ളൊരു വിവരം കൂടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു വിവരമാണ്. ഏതായാലും അല്പസമയം മുൻപാണ് ഈ സംഭവം, അസാധാരണമായ സംഭവം ജയിലിൽ നടക്കുന്നത്. അതായത് വിവരമാണ്. അഫാന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു. ICUവിൽ വെന്റിലേറ്റർ സഹായത്തോടുകൂടി അഫാൻ കഴിയുന്നു എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൽ ഇടയ്ക്കിടയ്ക്ക് അഫാൻ ഫിക്സ് വരുന്നുണ്ട്. അതാണ് ഈ ചികിത്സയ്ക്ക് പ്രതിസന്ധിയാകുന്നത് എന്നുള്ള സൂചനകൾ എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏതായാലും ഈ അല്പസമയം മുൻപാണ് ഈ രീതിയിൽ അഫാനുമായി ബന്ധപ്പെട്ടൊരു വാർത്ത പൂജപ്പുര ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഈ കസ്റ്റഡിയിലെടുത്ത ശേഷം, അതായത് അവസാനഘട്ട കസ്റ്റഡി, അത് കുറ്റപത്രം തയ്യാറാക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് വെഞ്ഞാറമൂട് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. നിലവിൽ ഇപ്പോൾ പാങ്ങോട് പോലീസ്, അതായത് പിതൃമാതാവായിട്ടുള്ള സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ ആദ്യ കുറ്റപത്രം സമർപ്പിച്ചു. ഇനി പ്രധാനപ്പെട്ട കേസുകളിൽ വെഞ്ഞാറമൂട് പോലീസ് കുറ്റപത്രം സമർപ്പിക്കാനിരിക്കെയാണ് പ്രതിയുടെ ആത്മഹത്യാ ശ്രമം എന്നുള്ളതും ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം. അതിപ്രധാനമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. ഒരുപക്ഷെ മലയാളികൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു നിമിഷം എന്ന് വേണമെങ്കിൽ പറയാല്ലേ. കാരണം ആദ്യമായിട്ടായിരിക്കും ഒരു ആത്മഹത്യ കേൾക്കുമ്പോൾ തന്നെ മലയാളികൾ ഏറ്റവും അധികം സന്തോഷിക്കുന്നുണ്ടാവും. കാരണം ഈ ഒരു വീഡിയോ, അഫാൻ ആത്മഹത്യക്ക് ശ്രമിച്ചു, ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിലാണ് എന്നൊക്കെ പറയുന്ന ആ ഒരു വീഡിയോ മെയിൻ ചാനലുകളൊക്കെ പുറത്തുവിട്ടിരുന്നല്ലോ. ആ വീഡിയോയ്ക്ക് താഴെയുള്ള മലയാളികളുടെ കമന്റ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കമന്റുകൾ തന്നെയാണ്. എന്തായാലും വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതിയായ അഫാൻ പൂജപ്പുര ജയിലിൽ ആത്മഹത്യക്ക് ശ്രമിച്ചു. ഇതാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വാർത്തകളിൽ വരുന്ന മെയിൻ ഹെഡിങ് എന്ന് പറയുന്നത്. അഫാൻ ആത്മഹത്യക്ക് ശ്രമിച്ചു, പിന്നെ എന്താണ് അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിലാണ് എന്നുള്ള ഹെഡ്ലൈനോട് കൂടി തന്നെയാണ് മെയിൻ ചാനലുകളിലൊക്കെ വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ആത്മഹത്യാ ശ്രമം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ വീഴ്ചയ്ക്കുള്ള തെളിവായിട്ടാണ് കാണുന്നത്. UTB ബ്ലോക്കിലെ ബാത്റൂമിൽ വെച്ചായിരുന്നു ഇവൻ ജീവൻ എടുക്കാൻ ശ്രമിച്ചത്. അതായത് ഉണക്കാനിട്ടിരുന്ന ഒരു തുണിയുണ്ടായത്, ഒരു മുണ്ട് ഉപയോഗിച്ചാണ് ആശാൻ തൂങ്ങാൻ ശ്രമിച്ചത്. എന്തായാലും ആ സമയത്തുണ്ടായിരുന്ന ഡ്യൂട്ടി ഉദ്യോഗസ്ഥൻ ഈ ഒരു സൗണ്ട് കേട്ടപ്പോൾ അയാൾ നോക്കിയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബാത്റൂമില് ഈ ഒരു അഫാൻ തൂങ്ങി നിൽക്കുന്നത് കണ്ടത്. ഉടനെ തന്നെ ഇവനെ എടുത്ത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഇവരെത്തിക്കുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് അഫാൻ തൂങ്ങിയെങ്കിൽ ശരിക്കും ആ ഒരു ഡ്യൂട്ടിയിൽ ഉണ്ടാകുന്ന ഉദ്യോഗസ്ഥർക്ക് തന്നെയാണ് ഇത് പണിയായിട്ട് കിട്ടുന്നത്. എന്തായാലും ഇപ്പോൾ തീവ്ര പരിചരണ ഭാഗത്തിൽ ആശാൻ ഉണ്ട് കേട്ടോ, വെന്റിലേറ്ററിലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി രക്ഷപ്പെടുമോ ഇല്ലേ എന്നുള്ള കാര്യമൊക്കെ തന്നെ വരുന്ന കാര്യത്തിൽ അറിയാം. എന്തായാലും ഈ ഒരു അഫാന്റെ കൂടെ ഒരു സഹതടവുകാരൻ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു തടവുകാരൻ ഫോൺ ചെയ്യാൻ പോയ ആ ഒരു ടൈം നോക്കിയിട്ടാണ് ഈ അഫാൻ ആത്മഹത്യാ ശ്രമം നടത്തിയത്. ഇനി ഈ ഒരു ജയിലില് ഇവരുടെ ഒരു സുരക്ഷയെ കുറിച്ച് പറയണമെങ്കിൽ എല്ലാ സമയം നിരീക്ഷണം ഉറപ്പാക്കേണ്ട ഒരു പ്രതിയായിരുന്നു അഫാൻ. അപ്പം അത് നമുക്കറിയില്ല, നേരത്തെ തന്നെ ആത്മഹത്യാ പ്രവണതയുള്ള ഒരു വ്യക്തിയായിരുന്നു അഫാൻ. പക്ഷെ ഇടയ്ക്ക് അത് മാറി എന്നൊക്കെ പറഞ്ഞ് അവൻ പിന്നെ എന്തൊക്കെ ഉടായ്പൊക്കെ കാണിച്ച് നല്ല നടപ്പിനുള്ള ഇതൊക്കെ കാണിച്ചൊക്കെ നല്ല രീതിയിലൊക്കെ വന്നതാണ്. പക്ഷെ വീണ്ടും പുള്ളിക്കാരൻ എന്താ ആത്മഹത്യാ ശ്രമത്തിന് തുടങ്ങി. അപ്പൊ ഈ ഒരു അഫാനെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ സെല്ലില് മറ്റൊരു തടവുകാരനെയും കൂടി ഈ ഒരു ജയിൽ അധികൃതർ നിരീക്ഷണത്തിൽ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇയാൾ മാറുമ്പോൾ പകരം വേറൊരാൾ ഈ ഒരു സംവിധാനത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഈ അഫാൻ ആത്മഹത്യാ ശ്രമം നടത്തിയത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അവിടെ CCTV നിരീക്ഷണം പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഈ UTB ബ്ലോക്ക് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ബ്ലോക്കാണ്. അതായത് മാവോയിസ്റ്റ് തടവുകാരും പ്രശ്നക്കാരുമായിരുന്നു ഈ ഒരു ബ്ലോക്കിൽ ഉണ്ടാവുന്നത്. ഈ അഫാന്റെ കൂടെ ഒരു തടവുകാരനെയും താമസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞായറാഴ്ച തടവുകാർക്ക് ഫോൺ ചെയ്യാനും അതുപോലെ തന്നെ TV കാണാനുള്ള അവസരമുണ്ട്. 2 പ്രിസൺ ഓഫീസർമാരും അവിടെ ഉണ്ടായിരുന്നു. അഫാന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു തടവുകാരൻ ഫോൺ ചെയ്യാൻ പോയ ആ ഒരു തക്കത്തിനാണ് ഈ ഉണക്കാനിട്ടിരുന്ന ആ മുണ്ടെടുത്ത് അഫാന് ഈ ഒരു ബാത്റൂമിലേക്ക് കയറുന്നത്. ആ ബാത്റൂമിൽ കയറിയിട്ട് ഒരു സ്ഥിരമായിട്ട് ആ ബാത്റൂമിൽ ഡോറൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ശുചിമുറിയിലെ ഇരുമ്പ് കമ്പിയിലാണ് ഇയാൾ തൂങ്ങാൻ ശ്രമിച്ചത്. അതിനിടയിലാണ് ഈ ഒരു ശ്രമത്തിനിടയിൽ ഈ വലിയ ഞെരുക്കവും മറ്റും അടുത്തുള്ള ജീവനക്കാർ കേട്ടപ്പോഴാണ് വന്ന് ഓടി നോക്കിയപ്പോഴാണ് സംഭവം ഈ തൂങ്ങി നിൽക്കുന്ന അഫാനെയാണ് കണ്ടത്. ഇതോടെ ഇയാൾ ബഹളം വെച്ച് മറ്റുള്ളവരെയും വിളിച്ചു വരുത്തി.
ആ ഒരു ടൈമിൽ തന്നെ മറ്റു തടവുകാർ ഓടി വന്നിട്ട് ഈ ഒരു കെട്ടഴിച്ച് അയാളെ താഴെ ഇറക്കി ആശുപത്രിയിലെ ആംബുലൻസിൽ കൊണ്ട് എത്തിച്ചു. ആ ഒരു ടൈമിൽ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു അഫാൻ എന്നാണ് പറയപ്പെടുന്നത്. ആശുപത്രിയിൽ കൊണ്ടുവന്നപ്പോൾ തന്നെ ഒരു വെന്റിലേറ്റർ വിഭാഗത്തിലേക്ക് മാറ്റുകയും തലച്ചോറിലേക്കുള്ള ഓക്സിജന്റെ അളവിൽ വലിയ കുറവുണ്ട് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടിൽ പറയുന്നത്. എന്തായാലും അഫാൻ ഒന്നും സംഭവിക്കില്ല എന്നുള്ള കാര്യം നമുക്ക് മലയാളികൾക്ക് അറിയാല്ലേ. കാരണം 5 പേരെയും എന്ത് ക്രൂരമായിട്ടാണ് ഇവൻ കൊലപ്പെടുത്തിയത് എന്നുള്ളത്. അപ്പം ഡോക്ടർമാർ പറയുന്നുണ്ട് ഇവന്റെ പ്രായവും അതുപോലെ ആരോഗ്യവും മറ്റവസ്ഥയൊക്കെ മറികടക്കാൻ അതൊക്കെ ഇവനെ സഹായിക്കുമെന്നാണ് പറയുന്നത്. ഇനി കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രണം ആത്മഹത്യാ ശ്രമത്തിൽ അഫാൻ നടത്തിയ എന്നുള്ള കാര്യത്തിൽ കറക്റ്റാണ്, 100% അത് വ്യക്തമാണ്. അത് കൃത്യമായിട്ട് പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് അവൻ ഈ ഒരു ശ്രമം നടത്തിയത്. ഇനി ഈ ഒരു ആത്മഹത്യാ ശ്രമം നടന്നതോടൊപ്പം തന്നെ ഈ ഒരു പൂജപ്പുര ജയിലിലെ അവിടെ അധികാരികളിൽ നിന്ന് വീഴ്ച വന്നു എന്നുള്ള ഒരു വിശദീകരണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ ഒരു വീഴ്ചയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. സഹോദരനെയും അതുപോലെ കാമുകയും അടക്കം 5 പേരെ കൂട്ടക്കൊല ചെയ്ത കേസിലെ പ്രതിയാണ് അഫാൻ. നിലവിലെ നമുക്കറിയാം പൂജപ്പുര ജയിലിൽ വിചാരണ തടവുകാരനായാണ് കഴിയുന്നത്. സഹോദരൻ അഫ്സാനും പെൺസുഹൃത്തായ ഫർസാന, പിതൃ സഹോദരൻ ലത്തീഫ്, ഭാര്യ സാജിദ, പിന്നെ പിതൃ മാതാവായ സൽമാ ബീവി എന്നിവരെയാണ് അഫാൻ തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. കൊലപ്പെടുത്തുന്ന സമയത്ത് അഫാന് വെറും 23 വയസ്സ് മാത്രമാണ് പ്രായമായിരുന്നത്. അസാധാരണമായിട്ടുള്ള ഒരു പെരുമാറ്റം എന്നായിരുന്നു കൊലപാതകത്തിന് ശേഷവും അഫാന്റേതെന്നാണ് പുറത്തു പറയുന്നത്. താനും അതായത് ഏത് വേളയിലായാലും താനും ജീവൻ എടുക്കുമെന്ന് തന്നെയായിരുന്നു അഫാൻ നേരത്തെ ചോദ്യം ചെയ്യാൻ പറഞ്ഞ ആ ടൈമിൽ പറഞ്ഞിരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് അഫാനെ ജയിലിൽ പ്രത്യേക നിരീക്ഷണത്തിലെ UT ബ്ലോക്കിൽ മറ്റൊരു തടവുകാരനോടൊപ്പം താമസിപ്പിച്ചത്. വലിയ കടബാധ്യത മൂലമുള്ള ബന്ധുക്കളുടെ അധിക്ഷേപമാണ് ഈ ഒരു കൂട്ടക്കൊലയ്ക്ക് കാരണമെന്നായിരുന്നു അഫാൻ അന്ന് പറഞ്ഞിരുന്നത്. അതിനേക്കാളും മറ്റൊരു കോമഡി എന്ന് പറഞ്ഞാൽ ഈ ഒരു കൊലപാതകം ചെയ്തതിന് ശേഷം ഇയാളെ വിഷം കഴിച്ചിട്ടാണല്ലോ പോലീസിനെ പോയി കീഴടങ്ങാൻ പോയതും, അതായത് മരിക്കാൻ വേണ്ടിയിട്ടാണ് പോയതും. അത് എലിവിഷമാണ് കഴിച്ചത് കേട്ടോ. അപ്പം അതുപോലെ ഈ ഒരു ആത്മഹത്യ പ്രവണത അന്നേ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ജയിലിൽ അഫാന് പ്രത്യേക നിരീക്ഷണം തന്നെ ഉണ്ടായിരുന്നു. അതിന് അനിവാര്യവുമായിരുന്നു. പക്ഷേ എന്തായാലും അന്നത്തെ ദിവസം അത് ഉണ്ടായില്ല എന്നുള്ളതാണ് വസ്തുത എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഈ ഒരു കൂട്ട കൊലപാതകത്തിലെ ആദ്യത്തെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. പിതൃമാതാവായ സൽമാ ബീബിയെ കൊലപ്പെടുത്തിയ കേസിലാണ് അഫാനെതിരെ പാങ്ങോട് പോലീസ് ഈ ഒരു കുറ്റപത്രം സമർപ്പിച്ചത്. നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച 480 പേജുള്ള കുറ്റപത്രത്തിൽ 120 സാക്ഷികളും അതുപോലെ തന്നെ 40 തൊണ്ടി മുതലുകളുമാണ് അതിനുണ്ടായിരുന്നത്. സൽമാ ബീവിയുടെ അഫാന് വൈരാഗ്യം ഉണ്ടായിരുന്നതായാണ് ആ ഒരു കുറ്റപത്രത്തിൽ പറയുന്നത്. കടവും അഫാനോട് കടക്കാർ പണം തിരികെ ചോദിച്ചതിലുള്ള ഒരു ദേഷ്യവുമായിരുന്നു ഈ ഒരു കൊലപാതകത്തിന് പിന്നിലെന്നാണ് ഈ ഒരു കുറ്റപത്രത്തിൽ പോലീസ് പറയുന്നത്. കുടുംബം കടബാധ്യതയിൽ മുങ്ങി നിൽക്കുമ്പോൾ പിതൃമാതാവിനോട് സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടെങ്കിലും ലഭിച്ചില്ല. ഇതാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് ഈ ഒരു കുറ്റപത്രത്തിലുള്ളത്. അഫാൻ നടത്തിയ ഈ ഒരു കൂട്ട കൊലപാതകം ക്രൂരതയിലും ഗൗരവത്തിലും വളരെ വിരളമായതും ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. കുടുംബത്തിലെ ഏറ്റവും അടുത്ത ബന്ധങ്ങളെ തന്നെ മനോവൈകല്യത്തിന്റെയും സാമ്പത്തിക സമ്മർദ്ദത്തിന്റെയും സാമൂഹിക ഒറ്റപ്പെടലിന്റെ പേരിലും അവരെ നഷ്ടപ്പെടുത്തേണ്ടി വന്നു. ഇയാളുടെ പ്രതികരണം തീർച്ചയായും മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കോടൊപ്പം തന്നെ കടംഭാരം, നിരാശ എന്നിവയുടെ ഒരു ദുഷ്പ്രഭാവം തെളിയിക്കുന്നു. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി മാത്രം കാണാതെ സാമൂഹികവും മാനസിക ആരോഗ്യപരമായ ഇടപെടലുകളുടെ കുറവാണ് ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്നത്.